بسم الله الرحمن الرحيم ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ. അർ റഹ്മാനി പരമകാരുണികൻ, അർ റഹീം കരുണാനിധി. പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. لا تجد قوما يؤمنون بالله واليوم الآخر يوادون من حاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. വചനം 22. ലാ തജിദു നീ കണ്ടെത്തുകയില്ല, ഖൗമൻ ഒരു ജനതയെ, യുഅ്മിനൂന വിശ്വസിക്കുന്ന, ബില്ലാഹി അല്ലാഹുവിൽ, വൽ യൗമിൽ ആഖിരി അന്ത്യനാളിലും, യുവാദ്ദൂന അവർ സ്നേഹബന്ധം പുലർത്തുന്നതായി, താൽപര്യം കാണിക്കുന്നതായി, മൻഹാദ്ദ മത്സരം കാണിക്കുന്നവരുമായി, അല്ലാഹ വറസൂലഹു അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും, വലൗകാനു അവർ ആയിരുന്നാലും, ആബാഅഹും തങ്ങളുടെ പിതാക്കൾ, ഔ അബ്നാഅഹും അല്ലെങ്കിൽ തങ്ങളുടെ പുത്രന്മാർ, ഔ ഇഖ്വാനഹും അല്ലെങ്കിൽ തങ്ങളുടെ സഹോദരന്മാർ, ഔ അശീറതഹും അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധു കുടുംബം, ഉലൈക അക്കൂട്ടർ, കതബ അവൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ, അൽ ഈമാന സത്യവിശ്വാസം, വ അയ്യദഹും അവരെ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു, ബിറൂഹിൻ ഒരു ആത്മാവ് കൊണ്ട്, ജീവൻ കൊണ്ട്, മിൻഹു അവന്റെ പക്കൽ നിന്നുള്ള, വയുദ്ഖിലുഹും അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും, ജന്നാത്തിൻ ചില സ്വർഗങ്ങളിൽ, തജ്രി മിൻ തഹ്തിഹ അതിന്റെ അടിയിൽ കൂടി ഒഴുകുന്ന, അൽ അൻഹാർ അരുവികൾ, ഖാലിദീന ഫീഹ അതിൽ നിത്യവാസികളായ നിലയിൽ, റളിയല്ലാഹു അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു, പൊരുത്തപ്പെട്ടിരിക്കുന്നു, അൻഹും അവരെപ്പറ്റി, വറദു അവരും തൃപ്തിപ്പെട്ടു, അൻഹു അവനെപ്പറ്റി, ഉലൈക അക്കൂട്ടർ, ഹിസ്ബുല്ലാഹ് അല്ലാഹുവിന്റെ കക്ഷിയാണ്, അല അല്ല അറിഞ്ഞേക്കുക, ഇന്ന നിശ്ചയമായും, ഹിസ്ബല്ലാഹി അല്ലാഹുവിന്റെ കക്ഷി, ഹും അവർ തന്നെ, അൽ മുഫ്ലിഹൂൻ വിജയികൾ. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും മത്സരം കാണിക്കുന്നവരുമായി സ്നേഹബന്ധം പുലർത്തുന്നതായി കണ്ടെത്തുകയില്ല. അവർ തങ്ങളുടെ പിതാക്കളോ പുത്രന്മാരോ സഹോദരങ്ങളോ ബന്ധുകുടുംബമോ ആയിരുന്നാലും ശരി. അങ്ങനെയുള്ള അക്കൂട്ടരുടെ ഹൃദയങ്ങളിൽ അവൻ സത്യവിശ്വാസം രേഖപ്പെടുത്തിവച്ചിരിക്കുന്നു. അവന്റെ പക്കൽ നിന്നുള്ള ഒരു ആത്മാവ് കൊണ്ട് അവൻ അവരെ ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ അതിൽ നിത്യവാസികളായ നിലയിൽ അവൻ അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യും.
അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അവനെക്കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അക്കൂട്ടർ അള്ളാഹുവിന്റെ കക്ഷിയത്രേ. അല്ല, അറിഞ്ഞേക്കുക, നിശ്ചയമായും അള്ളാഹുവിന്റെ കക്ഷി തന്നെയാണ് വിജയികൾ. ഇരുപത്തിരണ്ടാം വചനത്തിന്റെ വിശദീകരണം. അള്ളാഹുവിന്റെയും റസൂലിന്റെയും എതിർകക്ഷികളും ശത്രുക്കളുമായി നിലകൊള്ളുന്നവരോട് അഥവാ അവർ എത്ര അടുത്ത ബന്ധുക്കളായിരുന്നാലും ശരി, സ്നേഹബന്ധം പുലർത്തുവാൻ യഥാർത്ഥ സത്യവിശ്വാസികളായ ആളുകൾക്ക് സാധ്യമല്ല. ഇങ്ങനെയുള്ള വിശ്വാസികളുടെ വിശ്വാസമായിരിക്കും ഹൃദയത്തിൽ വേരുറച്ച അചഞ്ചലമായ വിശ്വാസം. അവർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് ഒരു പ്രത്യേക ചൈതന്യവും ആത്മീയ ശക്തിയും ലഭിക്കുന്നതുമാകുന്നു. കപടവിശ്വാസികളെപ്പോലെ ഇവരുടെ വിശ്വാസം ഒരിക്കലും ആടിക്കളിക്കുകയോ അന്യർക്ക് വഴങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നതല്ല. പരീക്ഷണഘട്ടങ്ങളിൽ അത് പതറിപ്പോകുന്നതുമല്ല. അള്ളാഹുവിന്റെ കക്ഷിയുടെയും പിശാചിന്റെ കക്ഷിയുടെയും വിശ്വാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെക്കുറിച്ച് പഴിവാക്കുകൾ പറയുന്നത് കേട്ട് സഹിക്കവയ്യാതെ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ പിതാവായ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹയെ തട്ടിത്തള്ളുകയും അദ്ദേഹം മറിഞ്ഞു വീഴുകയും ഉണ്ടായി. അന്ന് അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ബദർ യുദ്ധത്തിൽ താനുമായി ഏറ്റുമുട്ടിയ സ്വപിതാവിനെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തുകയുണ്ടായി. ഇതെല്ലാം അവരുടെ ഹൃദയത്തിൽ കുടികൊണ്ടിരുന്ന വിശ്വാസശക്തിയുടെ ബഹിർഗമനമത്രേ. ബദർ യുദ്ധത്തിൽ ചിറ പിടിക്കപ്പെട്ടവരിൽ എന്തു നടപടിയാണ് എടുക്കേണ്ടതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളുമായി ആലോചന നടത്തിയപ്പോൾ അവരെ നിർദ്ദയം കൊല്ലണമെന്നായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെട്ടത്. ഇതും അദ്ദേഹത്തിന്റെ അടിയുറച്ച സത്യവിശ്വാസത്തിന്റെ വികാരമായിരുന്നു. മാതാപിതാക്കൾ അവിശ്വാസികളായിരുന്നാൽ പോലും അവരോട് നല്ല നിലക്ക് സഹവസിക്കണമെന്നും ശത്രുപക്ഷത്തുള്ളവരോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും അള്ളാഹുവും റസൂലും ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതാണ്. ഇതും മേൽക്കണ്ടതുപോലുള്ള സംഭവങ്ങളും പരസ്പരം വിരുദ്ധമല്ല. രണ്ടിന്റെയും സ്ഥാനം വ്യത്യസ്തമാണെന്നു മാത്രം. അടുത്ത രണ്ടാമത്തെ അധ്യായമായ സൂറത്തു മുംതഹിനയിൽ ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരണം കാണാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു അവരെക്കുറിച്ചും അവർ അള്ളാഹുവിനെക്കുറിച്ചും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നു പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. നിഷ്കളങ്കവും അജയ്യവുമായ അവരുടെ വിശ്വാസശക്തിയും തദടിസ്ഥാനത്തിലുള്ള അവരുടെ ജീവിതക്രമവും അള്ളാഹുവിന്റെ തൃപ്തിക്ക് അവരെ പാത്രമാക്കിയിരിക്കുന്നു. അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ കാര്യത്തിലും അവർക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വമ്പിച്ച പ്രതിഫലങ്ങളിലും അവരും തികച്ചും സംതൃപ്തരായിരിക്കും. വല്ലാഹു അഅലം.